ഹലോ. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലേ ഈ ചാനലിലെ വീഡിയോയുമായിട്ട് കാണുന്നത്. ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു കഥ പറയുന്ന അൻകഹി കഹാനിയ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു ടെക്സ്റ്റൈൽസിലേക്ക് സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഡമ്മി കൊണ്ടുവരികയാണ്. എന്നാൽ ആ കടയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. അയാളുടെ പേരാണ് പ്രസാദ്. ഈ പ്രസാദിന് ആ സുന്ദരിയായ ഡമ്മിയോട് പ്രണയം തോന്നുന്നു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഥാനായകനായ പ്രസാദിനെയാണ് കാണിക്കുന്നത്. പ്രസാദ് ആണെങ്കിലോ ഒരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നതും. പ്രസാദിന്റെ കൂടെയുള്ള കൂട്ടുകാരനാണെങ്കിൽ പ്രസാദിനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരിക്കും. കാരണം എന്തെന്നാൽ, പ്രസാദിനാണെങ്കിൽ സ്ത്രീകളോടൊക്കെ മിണ്ടുന്നതിനും ഇടപഴകുന്നതിനൊന്നും ഒട്ടും താല്പര്യമേയില്ല. ചെറിയ നാണക്കാരനാണ്. ആ കാര്യങ്ങൾ പറഞ്ഞാണ് കൂട്ടുകാരൻ കളിയാക്കുന്നത്. അതെല്ലാം കേൾക്കുന്ന പ്രസാദ് ആണെങ്കിൽ മറുപടിയൊന്നും കൊടുക്കാതെ നിൽക്കുന്നു. അതേ സമയത്തായിരുന്നു മുതലാളി അവിടേക്ക് വരുന്നത്. വേഗം ജോലിയൊക്കെ തീർത്ത് നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് മുതലാളിയും അവിടെ നിന്ന് പോകും. അങ്ങനെ പ്രസാദും കൂട്ടുകാരനും തന്റെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് നേരത്തെ തന്നെ വീട്ടിലേക്ക് പോകുന്നു. പ്രസാദ് ആണെങ്കിൽ നിൽക്കുന്നത് ഒരു ഹോസ്റ്റൽ പോലുള്ള സ്ഥലത്താണ്. റൂംമേറ്റും കൂടെയുണ്ട്. റൂമിലേക്ക് എത്തുന്ന സമയത്ത് റൂംമേറ്റ് ആണെങ്കിലോ തന്റെ കാമുകിയെ വിളിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ പ്രസാദ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കുറച്ച് സിനിമയൊക്കെ കണ്ട് കുറച്ച് റീൽസ് ഒക്കെ കണ്ട് കിടന്നുറങ്ങുകയാണ്. പ്രസാദിനെ ആകെ വിളിക്കുന്നത് അവന്റെ അമ്മ മാത്രമാണ്. അല്ലാതെ അവനെ വിളിക്കാൻ ഗേൾഫ്രണ്ടോ അങ്ങനെയൊന്നും തന്നെയില്ല. അടുത്ത ദിവസവും എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ പ്രസാദ് വന്ന് കടയൊക്കെ തുറന്ന് തന്റെ ജോലിയൊക്കെ നോക്കുന്നു. ദിവസവും ഇത് തന്നെയാണ് തുടർന്നു പോകുന്നതും. ജോലി ചെയ്യുന്നു, ആഹാരം കഴിക്കുന്നു, നേരെ വീട്ടിൽ വരുന്നു, ഉറങ്ങുന്നു. അടുത്ത ദിവസവും വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കടയുടെ ഓണർ ആണെങ്കിലോ പ്രസാദിനോട് ടെക്സ്റ്റൈൽസ് സംബന്ധിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുവാനായും പറയും. അങ്ങനെ പ്രസാദ് ആണെങ്കിൽ അവിടേക്ക് എത്തുകയാണ്. ഡമ്മി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസാദ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സുന്ദരിയായ സ്ത്രീയുടെ ഡമ്മി എടുത്ത് പ്രസാദിനെ കാണിക്കുന്നു. സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് പ്രത്യേകം തന്നെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ പ്രസാദ് ആ ഒരു ഡമ്മിയുമായി ഓട്ടോയിലാണ് കടയിലേക്ക് വരുന്നത്. വരുന്ന വഴിയിലെല്ലാം പ്രസാദ് ആണെങ്കിൽ ആ ഡമ്മിയെ തന്നെ നോക്കുകയും പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആ ഓട്ടോക്കാരനും ശ്രദ്ധിക്കുന്നു. കടയിലെത്തി ആ ഒരു ഡമ്മിയെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എല്ലാവർക്കും ഡമ്മി ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അതിന് ഡ്രസ്സൊക്കെ ധരിപ്പിച്ചു കൊടുക്കുവാനായിട്ട് കൂട്ടുകാരനോടാണ് ആ ഒരു മുതലാളി പറയുന്നത്. എന്നാൽ പ്രസാദ് ആണെങ്കിലോ താൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഡമ്മിയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോകും. ഡമ്മിക്ക് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡമ്മിയെ തന്നെ ഒരുപാട് നേരം നോക്കി നിൽക്കും. ആ ഡമ്മിയോട് പതിയെ പതിയെ പ്രസാദ് ആണെങ്കിൽ സംസാരിക്കുവാനായും തുടങ്ങി. നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, നീ ഇതിൽ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ ഡമ്മിയോട് പറയും. എന്നിട്ട് എപ്പോഴും ഒന്ന് അതിന് പൊടിയടിച്ചു കൊടുക്കുകയും അതിന്റെ മുടി ചീകി വൃത്തിയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രസാദിന്റെ മനസ്സ് മുഴുവൻ ആ ഡമ്മിയുടെ മേലിലായിരുന്നു. ആ ഒരു ഡമ്മി ആ ടെക്സ്റ്റൈൽസിൽ വന്നതിന് ശേഷം ഒരുപാട് ആളുകളാണെങ്കിൽ ടെക്സ്റ്റൈൽസിലേക്ക് തുണിയെടുക്കുവാനായും കയറുവാനായി തുടങ്ങി. ഡമ്മിയിൽ കിടക്കുന്ന ഡ്രസ്സാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമാകുന്നതും. അത്രയ്ക്കും അട്രാക്റ്റീവ് ആയിരുന്നു ആ ഒരു ഡമ്മിയും. അങ്ങനെ അവർക്ക് ഓരോ ദിവസം കൊണ്ട് തന്നെ കച്ചവടം കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം മുതലാളിയോടൊപ്പം ഇരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന പ്രസാദ് ആണെങ്കിൽ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡമ്മിയുടെ മേലെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ആളുകൾ കയറും, നമ്മുടെ കച്ചവടം കൂടുമെന്നും പ്രസാദ് ആണെങ്കിൽ ആ ഒരു ഓണറിനോട് പറയുന്നു. അത് കേട്ട് ഓണർ ആണെങ്കിലോ, ശരിയെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങുവാനുള്ള കാശും കൊടുക്കും. അങ്ങനെ പ്രസാദ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ വാങ്ങി ആ ഒരു ഡമ്മിയെ ധരിപ്പിക്കും. ഓർണമെന്റ്സും കൂടി ധരിപ്പിച്ചതോടുകൂടി ഡമ്മിയെ കണ്ട് ഒരുപാട് പേർ കടയിലേക്ക് വരുവാനായും തുടങ്ങി. വീണ്ടും കച്ചവടം ഇരട്ടിച്ചു. അത് കാണുന്ന ഓണറിന് ഒരുപാട് സന്തോഷമാകും. നീ കാരണമാ ഇന്ന് കച്ചവടമെല്ലാം കൂടിയത്, നിന്റെ ഐഡിയ ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞിട്ട് അവന് ശമ്പളമൊക്കെ കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കുകയാണ് ഓണർ. പ്രസാദിനും ഒരുപാട് സന്തോഷമായി. ആ ഒരു ഡമ്മി വന്നതോടുകൂടി അവരുടെ കടയിലെ തന്നെ കച്ചവടമൊക്കെ കൂടുകയാണ്. നല്ല ഐശ്വര്യമായിരുന്നു ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡമ്മി. പ്രസാദിന് ഓണറാണെങ്കിൽ ശമ്പളം കൂട്ടിക്കൊടുത്തില്ലേ. ആ ഒരു സന്തോഷത്തിൽ പ്രസാദ് നേരെ ഡമ്മിക്കടുത്തേക്ക് വന്നിട്ട്, നിന്നെ കാരണമാ എനിക്കിതേ ഇത്രയും ശമ്പളം കിട്ടിയത്, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല നിനക്ക് ഞാൻ ട്രീറ്റ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഡമ്മിയും എടുത്ത് പ്രസാദ് ആണെങ്കിൽ നേരെ ബീച്ചിലേക്ക് പോകുന്നു. എന്നിട്ട് രണ്ടുപേരും അവിടെ വെച്ച് പാട്ട് കേൾക്കുകയും ഒരുപാട് എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതെല്ലാം അവിടെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കും. വിചിത്രമായിട്ടാണ് എല്ലാവരും പ്രസാദിനെ കാണുന്നത്. കാരണം കൂടെ ഇരിക്കുന്നത് മനുഷ്യ സ്ത്രീ അല്ലല്ലോ,
ഒരു പ്രതിമയല്ലേ, അതുകൊണ്ട് തന്നെ അതുപോലെയാണ് നാട്ടുകാരെല്ലാവരും അവനെ നോക്കുന്നത്. പക്ഷെ അവനാണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. ഒരു മനുഷ്യ സ്ത്രീ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവൻ പെരുമാറുന്നത്, അതുപോലെ തന്നെയാണ് ആ ഒരു ഡമ്മിയോടും അവൻ പെരുമാറുന്നത്. കുറേ നേരം അവരവിടെ ഇരുന്ന് കടലൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നേരെ ടെക്സ്റ്റൈൽസിലേക്ക് എത്തി. എവിടെയാണോ പ്രതിമ ഇരുന്നത് അവിടെ തന്നെ അതിനെ വെച്ചിട്ട് പ്രസാദ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അടുത്ത ദിവസം കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാളൊക്കെ കടയിലേക്ക് വന്ന് നോക്കുമ്പോൾ പ്രതിമയുടെ അടുത്തായിട്ട് ഒരുപാട് മണല് കാണും. തലേ ദിവസം ബീച്ചിൽ പോയതിന്റെ ആ മണലില്ലേ, അതൊക്കെ തന്നെയാ അവിടെ കിടക്കുന്നതും. അത് കണ്ട അയാളാണെങ്കിൽ പ്രസാദിനോട് ഇതെന്താ ഇവിടെ ഇത്രയും മണലെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നാണ് പ്രസാദ് കള്ളം പറയുന്നതും. അന്നേ ദിവസം തന്നെ എല്ലാവരും കടയിൽ നിന്ന് പോയ സമയം പ്രസാദ് ആണെങ്കിൽ കടയിൽ നിന്ന് പോകാതെ ആ ഒരു ഡമ്മിയും എടുത്ത് അവിടെ നിന്ന് റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുന്നു. അതെല്ലാം അവിടുത്തെ ക്യാമറയിൽ റെക്കോർഡാകുന്നുണ്ട്. പക്ഷേ പ്രസാദ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. അടുത്ത ദിവസം കടയിലെത്തിയ ഓണർ ആണെങ്കിൽ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രസാദ് ആ ഡമ്മിയോടൊപ്പം റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുന്നതെല്ലാം ആ ഒരു ഓണർ കാണുന്നു. അത് കാണുന്ന ഓണറിന് വല്ലാതെ ദേഷ്യം വരും. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുത്തനാണെന്ന് പറയില്ലല്ലോടാ, നീ ഒരു നല്ല പയ്യനല്ലേ, പിന്നെ എന്നിട്ടെന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട പ്രസാദ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. എന്നാൽ ഓണറിനാണെങ്കിൽ അവന്റെ പ്രവൃത്തിയോട് വല്ലാത്ത ദേഷ്യമായതുകൊണ്ട് തന്നെ ഇനി നീ ഈ കടയിൽ ജോലി ചെയ്യണ്ട, നിന്നെ ഞാൻ പിരിച്ചുവിടുകയാണെന്ന് പറയും. എന്നാൽ പ്രസാദ് ഓണറിന്റെ കാല് പിടിച്ച് കെഞ്ചും, എന്നെ പറഞ്ഞു വിടരുത്, ഈ ഒരു കടയിൽ നിന്നും എനിക്ക് ജോലി നഷ്ടമായാൽ പിന്നെ എനിക്ക് ജോലിയെ എങ്ങും കിട്ടത്തില്ല, പ്ലീസ് എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടരുത് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നു. അവസാനം ഓണർ ആണെങ്കിലോ അവനെ അവിടെ ജോലി ചെയ്യുവാനായും അനുവദിക്കുകയാണ്. പക്ഷേ പിന്നീട് ആ ഒരു ഡമ്മിയുടെ ഡ്രസ്സെല്ലാം മാറുന്നത് മറ്റൊരാളിലെ ജോലിക്ക് നിൽക്കുന്ന അയാളെ ഏൽപ്പിക്കുന്നു. അതൊന്നും പ്രസാദിന് ഇഷ്ടമാകുന്നില്ല. അയാളാണെങ്കിൽ ചേഞ്ചിങ് റൂമിൽ കൊണ്ടുപോയി ഡമ്മിയുടെ ഡ്രസ്സ് മാറ്റുന്നതൊന്നും പ്രസാദിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. നീ മാറ്റണ്ട, ഞാൻ തന്നെ ഡ്രസ്സ് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് ചേഞ്ചിങ് റൂമിലേക്ക് പ്രസാദ് ഇടിച്ചു കയറുവാനായി നോക്കും. എന്നാൽ അയാളാണെങ്കിലോ അവനെ തള്ളി പുറത്താക്കി കഥകടയ്ക്കുകയും ചെയ്യുന്നു. ഡമ്മിയിലെ ഡ്രസ്സെല്ലാം മാറ്റി പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്രസാദിന് അയാളോട് വല്ലാത്ത ദേഷ്യമാണ്. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് അയാളാണെങ്കിൽ ഈ ഡമ്മിക്ക് വലിയ പ്രശ്നമില്ല, പിന്നെ നിനക്കാണോ കുഴപ്പമെന്ന് മറ്റൊരർത്ഥത്തിലാണ് ചോദിക്കുന്നതും. അത് കേട്ടതും പ്രസാദിന് വല്ലാതെ ദേഷ്യമെന്ന് അയാളെ ഒരുപാട് തല്ലുന്നു. അത് കാണുന്ന ഓണർ ആണെങ്കിലോ എന്താ ഇവിടെ പ്രശ്നം, ഈ ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്, കൂടെയുള്ള ആളിനെ തല്ലുന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണോ, ഇനി നിനക്കിവിടെ ജോലിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാനായിട്ടും പ്രസാദിനോട് ഓണർ പറയുന്നു. അങ്ങനെ പ്രസാദ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. നാട്ടിലേക്ക് വരുവാനായി പ്രസാദ് തീരുമാനിക്കുന്നു. തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പ്രസാദ് ആണെങ്കിൽ രാത്രിക്ക് രാത്രി തന്നെ വണ്ടി കയറി നാട്ടിലേക്കും എത്തുകയാണ്. പ്രസാദ് നാട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ തലയിലൂടെ ഷോളൊക്കെ മൂടി ഒരു പെൺകുട്ടിയാണെങ്കിൽ അവനെ ഓട്ടിക്കും. അവൻ വേഗം തന്നെ ഓടി തന്റെ വീട്ടിലേക്കും വന്ന് കയറും. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ അവനെ ഫോളോ ചെയ്ത് തന്നെ എത്തുന്നു. അവളെ കണ്ടതും അവൻ പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ അവിടേക്ക് പ്രസാദിന്റെ അമ്മ വന്നിട്ട്, എടാ നിനക്കിവളെ മനസ്സിലായില്ലേ, നിന്റെ കൂടെ കുട്ടിക്കാലത്ത് കളിച്ചു നടന്ന പെൺകുട്ടിയാ, അവളാ ഇത്, നിനക്കിവളെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പ്രസാദിന്റെ കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരിയായിരുന്നു ആ ഒരു പെൺകുട്ടി. അന്നേ ദിവസം രാത്രി അമ്മയാണെങ്കിൽ പ്രസാദിന് വേണ്ടിയിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം പ്രസാദിനോട് അമ്മ പറയും, എടാ അവൾക്ക് ചെറുക്കനെ ആലോചിക്കുക, ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാലോ, നിനക്കറിയാവുന്ന പെൺകുട്ടി കൂടിയല്ലേ എന്ന് പറയും. അങ്ങനെ പ്രസാദ് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യും. അടുത്ത ദിവസം തന്നെ പ്രസാദിനെയും കൂട്ടി അമ്മയാണെങ്കിൽ അവളുടെ വീട്ടിലേക്കും പോകുന്നു. അങ്ങനെ ഏകദേശം പറഞ്ഞ് സംസാരിച്ച് രണ്ടുപേരുടെയും കല്യാണം രണ്ട് വീട്ടുകാരും ചേർന്ന് ഉറപ്പിക്കുകയാണ്. പയ്യനും പെണ്ണും പരസ്പരം സംസാരിക്കുന്ന സമയത്ത് തന്റെ ജോലി പോകാനുണ്ടായ കാരണം എന്തെന്ന് പ്രസാദ് അവളോട് തുറന്നു പറയും. ഡമ്മിയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറയുന്നു. എന്നാൽ അതൊന്നും കേട്ടിട്ട് അവൾക്ക് വലിയ പ്രശ്നമേ ഉണ്ടായില്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രണ്ടുപേരും പരസ്പരം കാണുവാനും സംസാരിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവളോടൊപ്പം ഇരിക്കുന്ന സമയത്തായിരുന്നു ഡമ്മിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അവൻ തുറന്നു പറയുവാനും തുടങ്ങിയത്. ഞാൻ ആ ഡമ്മിയും കൊണ്ട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും അവൻ തുറന്നു പറയും. പക്ഷേ അതൊന്നും കേട്ടിട്ട് അവൾക്ക് വലിയ പ്രശ്നമേ ഇല്ല. അവൾ പറയുന്നത് അതൊന്നും വലിയ പ്രശ്നമല്ല, ഞാനും ഇതുപോലെ തന്നെയായിരുന്നു, ഞാനൊരു ഫോട്ടോയെ പ്രണയിച്ചത് എന്നുള്ള കാര്യം അവൾ പറയും. അവൾക്കാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവനടുത്ത് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുവാൻ അവൾക്ക് നല്ല മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഫോട്ടോയെ അവൾ പ്രണയിച്ചതെന്ന് പറയും. രണ്ടുപേരും അതൊക്കെ പറഞ്ഞ് പരസ്പരം ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുകയാണ്. അടുത്ത ദിവസവും ഇവർ കാണുന്നുമുണ്ട്. അങ്ങനെ ഒരിക്കൽ രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ അവളാണെങ്കിൽ അവന് കിസ് കൊടുക്കും. അവർക്കിടയിൽ ഒരു പ്രണയമൊക്കെ ഉണ്ടാകുന്നു.
ഒരു ദിവസമാണെങ്കിലോ പ്രസാദ് തന്റെ ഓണറിനെ വിളിച്ചിട്ട് ഞാൻ ഇനി അങ്ങനെയൊന്നും കാണിക്കത്തില്ല, എന്നെ ജോലിക്കെടുക്കുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നു. അങ്ങനെ ഓണർ ആണെങ്കിൽ ശരി ശരി നീ ഇങ്ങ് വാ എന്ന് പറയും. അതനുസരിച്ച് പ്രസാദ് ആണെങ്കിൽ നേരെ ആ ഒരു ടെക്സ്റ്റൈൽസിലേക്കും എത്തുകയാണ്. അവിടെ വീണ്ടും ജോയിൻ ചെയ്യും. അതിനു മുൻപായിട്ട് ആ ഒരു ഓണർ പറയുന്നുണ്ട്, ഇനി മേലാൽ നിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്, ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് നിന്നോളണമെന്നും അവനോട് പറയുന്നു. അതനുസരിച്ച് പ്രസാദ് ആണെങ്കിൽ വീണ്ടും പഴയതുപോലെ ജോലിക്ക് കയറുകയാണ്. അപ്പോൾ ദേ അവിടെ പുതിയ ഡമ്മി കൊണ്ടുവന്നിരിക്കുന്നു. പഴയ സുന്ദരിയായ ഡമ്മി അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അത് കാണുന്ന പ്രസാദ് ആണെങ്കിൽ ആ ജോലിക്ക് നിൽക്കുന്ന മറ്റേ ആളിനോട് ചോദിക്കും, ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഡമ്മി എവിടെ പോയി? അപ്പോൾ അയാൾ പറയുന്നത് എവിടെ നിന്നാണോ വാങ്ങിയത് അവിടെ തന്നെ തിരിച്ചു കൊടുത്തു എന്നും അയാൾ പറയുന്നു. അങ്ങനെ പ്രസാദ് അന്ന് തന്നെ ആ ഒരു ഡമ്മി അന്വേഷിച്ച് നേരെ എവിടെ നിന്നാണോ വാങ്ങിയത് ആ സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണ്. ഡമ്മി എവിടെ പോയെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ ഒരു കടക്കാരൻ പറയുന്നത് ഒരു സിനിമാ കമ്പനിക്ക് കൊടുത്തു, സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധിച്ച കാര്യത്തിന് കൊണ്ടുപോയിരിക്കുകയാണെന്നും പറയും. ആ ഒരു സ്ഥലവും അയാളിൽ നിന്ന് മനസ്സിലാക്കി പ്രസാദ് നേരെ ആ ഒരു സിനിമാ കമ്പനിയിലേക്കാണ് എത്തുന്നതും. അവിടെ നോക്കിയപ്പോൾ നല്ല സുന്ദരിയാക്കി ഒരുക്കി ആ ഒരു ഡമ്മിയെ നിർത്തിയിരിക്കുകയാണ്. ഡമ്മിയുടെ അടുത്തെത്തിയ പ്രസാദ് പറയും, നിങ്ങളെ ഇനി കാണാൻ കഴിയുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു നിങ്ങളെ ഒന്നുകൂടി കാണണമെന്ന്. എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാ. ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് പക്ഷേ ഭ്രാന്തായിട്ട് തോന്നും, എന്നാൽ എനിക്കങ്ങനെയല്ല. സ്വന്തം നാടും വീടും വീട്ടുകാരെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ബോംബെ പോലുള്ള വലിയ സിറ്റിയിലേക്ക് ജോലിക്ക് വരുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും തന്നെ ആരെയും കിട്ടാറില്ല. അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് നിങ്ങളെ കൂട്ടുകിട്ടിയത്. ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യവും പ്രസാദ് പറയും. അവസാനമായി പ്രതിമയെ കണ്ടതിന്റെ സന്തോഷത്തിൽ അവിടെ നിന്നും പ്രതിമയുടെ യാത്രയും പറഞ്ഞ് പ്രസാദ് അവിടെ നിന്നും ഇറങ്ങുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.